ഹലോ ഗൈസ്, ആയനജോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾ ഇന്ത്യ ട്രിപ്പ് ഡേ 2 അമ്മാനിലെ ഗ്രാൻഡ് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മൗണ്ട് നെബോ വിസിറ്റ് ചെയ്യാൻ പുറപ്പെടുകയാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയ സ്ഥലം, അതുപോലെ മോശയുടെ ശവകുടീരം അടക്കിയിരിക്കുന്ന സ്ഥലം എന്നിവയാണ് അവിടെ കാണാൻ ഉള്ളത്. ആടുകളൊക്കെ കാണാൻ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നതും അവിടെ താമസിപ്പിക്കുന്നതും അത് കാണാം. ഈ പറയുന്നതൊക്കെ ഈ ടെന്റിന്റെ ഒക്കെ ഭാഗങ്ങളാണ്. ഈ പറയുന്ന മുന്നിൽ പോകുന്ന വണ്ടി ഇവിടെ കൂടുതൽ നമുക്കറിയാവുന്ന പോലെ ആട് നയിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. വന്ന് നേരെ നമ്മൾ ആദ്യത്തെ 2 സ്ഥലം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കുർബാനയ്ക്ക് പോകും. When you kiss me, it's like the stars fall out the sky onto my heart to cover up what I don't wanna show. I let you deeper than ഏറ്റവും മുകളിൽ മോശ, അതിനുശേഷം അഹ്റോൻ, യോശുവ, ബാക്കിയുള്ള അച്ഛന്മാരെ പിക്ചറൈസേഷനായി കാണുന്നത്. മാതാവിന്റെ പെരുന്നാളിന്റെ അന്ന് ഈ ഒരു ഓട്ടം ഉണ്ടോ അവിടെ മുകളിൽ, ഏറ്റവും മുകളിൽ അതിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് തിരുനാളിനന്ന് ആ ഒട്ടൊക്കെ സൂര്യപ്രകാശം അടിച്ച് ഇവിടെ വീഴും. അന്ന് വരാം തീർച്ച. ഓക്കെ, ബാക്കി കുറെ സ്ഥലങ്ങളുണ്ട്. ആദ്യം നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും പോകും. ഓക്കെ, നേരെ പള്ളിയിട്ട് പോകും.
അന്ന് 2000-ലെ 2000-ല് വർഷത്തില് ജോൺ പോൾ മാർപ്പാപ്പ വന്ന നട്ട ഒലിവുമരാണ്. അതിനുശേഷം നമ്മളാണ്. അതെ. ഓക്കെ, നമുക്ക് നേരെ പള്ളിയിട്ട് കയറാം. പള്ളി തന്നെയായിരുന്നു അതോ അല്ല പള്ളി തന്നെയായിരുന്നു പണ്ടെന്നൊക്കെ ഇവിടെ യൂതന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലായിരുന്നു. അപ്പോൾ അവരുടെ പള്ളി മാറ്റി കാത്തലിക് പള്ളി ആക്കിയതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയം, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഇതിലാദ്യം ശാന്തമായിട്ടിരിക്കാം. സ്നേഹ കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. രാജ്യം മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവനും ഇസ്രായേലിന്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശം. മോശയുടെ കണ്ണിനെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം കൊണ്ട് അത് വായിച്ചു. അത് ക്ഷയിക്കുകയോ നശിക്കുകയോ ചെയ്തില്ല എന്നാണ്. നമുക്ക് നമുക്കറിയാവുന്നത് നമുക്ക് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കുമ്പോൾ കാണുന്നത്. നമുക്ക് പറ്റിയല്ല, പക്ഷേങ്കിലും മോശ എല്ലാം വ്യക്തമായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. എന്തായിരിക്കും കാണാൻ കാരണം? ദൈവം ആ ഒരു കാഴ്ചപ്പാട് അവർ നൽകി എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടാണ് നമുക്ക് ദൈവം നൽകുന്ന കാഴ്ചപ്പാടിലൂടെ മാത്രമേ നമുക്ക് അന്യമായി കിടക്കുന്നത് പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൈവികമായ കാഴ്ചപ്പാടുകൂടെ നമുക്ക് നൽകണമെന്നാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് മോശയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടു ഇപ്രകാരം മോശയുടെ ബോഡിക്ക് വേണ്ടി ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അന്ന് തുടങ്ങി ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇനി എത്ര തിരഞ്ഞാലും ചിലപ്പോൾ കണ്ടെത്താൻ സാധിക്കില്ല. നമ്മൾ ഈ കാണാൻ പോകുന്ന ജെറുസലേം ദേവാലയത്തെക്കുറിച്ചും പറയുന്ന കാര്യം ഇപ്രകാരമുണ്ട്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഇന്നും എത്ര വലിയ രാജ്യമാണെങ്കിൽ പോലും അത് കണ്ടെത്താനോ പണിയാനോ സാധ്യമായിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠത പ്രകാരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വിശുദ്ധ സഭ നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണ ദണ്ഡവിമോചനം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു 5ാമത്തെ സ്ഥലമാണ് ഈ ഹോളി ലാൻഡിൻ്റെ ഡോർ. എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് എപ്പോൾ കാല് വെക്കുന്നു അപ്പോൾ നമ്മൾ ഹോളി ലാൻഡിൻ്റെ ഡോറാണ് തുറക്കപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെയും സഭ പറയുന്നതനുസരിച്ച് ഒരു ദണ്ഡവിമോചനത്തിൻ്റെ യാത്രയിലൂടെയാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യാത്രയിലാണ് നമ്മളിപ്പോൾ ഈ വചനങ്ങൾ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ്
എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏത് അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കമുള്ളതാണ്. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കും നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, മോശയ്ക്ക്, ഒന്ന് ഏലിയായി. എന്താണ് പറയേണ്ടതെന്ന് അവനെ അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നൊരു സ്വരം പുറപ്പെട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രദ്ധിക്കുക. അവർ ചുറ്റും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യും.
4000 വർഷങ്ങൾക്ക് മുമ്പ് എക്സാക്ട് പ്ലേസ് ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കിന്ന് ഇസ്രായേൽ കാണാം. സത്യം പറഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നതാണ് ഇസ്രായേൽ. നമ്മൾ നാളെ പോകുന്ന വഴികളാണ് ഇതൊക്കെ. ഈ ജോർദാൻ വാലിക്കടെ ഇറങ്ങി നമ്മൾ നാളെ ഇസ്രായേലിലോട്ട് കയറുന്നതാണ്. 4 ദിവസം അവിടെ. അതെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡെഡ് സി. അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡെഡ് സി. നേരെ ഫ്രണ്ടിൽ കാണുന്നത് ജെറീക്കോ, അത് വെച്ച് ബെത്ലഹേം. അതിന്റെ ഡിസ്റ്റൻസ് ആണ് അച്ഛൻ മൈക്കിക്കടെ പറഞ്ഞായിരുന്നു ബസ്സിൽ വെച്ച്. ആ ഡിസ്റ്റൻസ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോയി നിന്ന ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആ ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. ഇത് പിക്ചർ സർപ്പത്തിന്റെ ഒരു മാതൃകയാണ്. അന്റോവാനി ജിയോവാനി എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ അല്ല ഉയർത്തിയത്, പക്ഷെ മോശയുടെ സ്ഥലമായതുകൊണ്ട് ആ മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും അറിയാലോ, നമ്മള് പഴയ നിയമത്തിൽ പിക്ചർ സർപ്പത്തെ ഉയർത്തി, പുതിയ നിയമത്തിൽ അറിയാം. അതെ, ഇപ്പോഴും നമ്മൾ നമ്മുടെ പഠിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമം തമ്മിൽ ഇന്റർലിങ്ക് ചെയ്തേക്കണ ഓരോ ഇവന്റ്സ്. മോശ കാനാദേശം കണ്ടത് ഈ നെബോ പർവ്വതത്തിൽ നിന്നാണ്. ജോർദാന്റെയും ഇസ്രായേലിന്റെയും അതിർത്തിയിലുള്ളൊരു പർവ്വതമാണ് നെബോ പർവ്വതം. ഈ പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഇസ്രായേൽ ജനത പാളയമടിച്ചത്. യഹോവയുടെ നിർദ്ദേശപ്രകാരം മോശ ഈ പർവ്വതത്തിൽ കയറി നിന്നാണ് കാനാൻ ദേശം കണ്ടത്. മോശ പിന്നീട് മരിക്കുകയും യഹോവ മോശയുടെ മൃദുശരീരം അടക്കം ചെയ്തു എന്നാണ് വിശ്വാസം. ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് നോക്കുമ്പോൾ പച്ച നിറത്തിൽ കാണുന്നതാണ് കാനാൻ ദേശം. പണം ഉണ്ടാക്കും. ആ കാണുന്ന ആ കുഴി. ഒട്ടും വ്യത്യാസമില്ലാത്ത പോലെ അടുത്തേക്കണ പോലെ. പണ്ടത്തെ എല്ലാ ചർച്ചിന്റെയും മൊണാസ്ട്രിയുടെ ഒക്കെ ഇവിടെ അബുബാദ എന്ന് പറഞ്ഞ ഒരു മൊണാസ്ട്രിയുടെ മെയിൻ വാതിലാണ്. റോളിംഗ് സ്റ്റോൺ എന്നാണ് ഇതിനെ അല്ലാതെ അറിയപ്പെടുന്നത്. റോളിംഗ് സ്റ്റോൺ. അതെ. പിന്നെ നമ്മുടെ ഈ ഇതിന്റെ താഴെ ഒരു കുറച്ച് പച്ചപ്പ് പോലെ ഉണ്ട്. ആൾക്കാർ വിശ്വസിക്കുന്നത് മോശയുടെ അരുവി എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. ഈ ഇസ്രായേൽ
She is a healthy one. She will explain for everything. Olive oil, holy water, almond oil, everything. എല്ലാം ഒറിജിനൽ ആയിരിക്കും. ഇതൊന്നും കൈ തൊട്ടപ്പോൾ തന്നെ നമുക്ക് That's മനസ്സിലായി. so. ഇത് റോസും ഉണ്ട്. Mad woman. Now she's writing inside the bottle her name. Okay. Now she will start to draw the desert life inside the bottle. If you really don't see anything, please come this way. കാണാൻ പറ്റുന്നവരെല്ലാം കണ്ട് കാണാൻ പറ്റുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Sundar. സുന്ദർ. Now she's making uttakam. ആ ഒറ്റ ഒരു മൂലക്കാരി. Uttakam. Sundar uttakam. She can write your names inside the bottle if you want, even in Malayalam letters, no problem. എഴുതി കൊടുത്താൽ മതി. She's an artist, she can draw it. Father Sebastian, you are welcome in the desert. എന്നെ അവര് രസത്തിലാണ്. Now the sunset, she will bring a tool to compact the sand together to feel like one stone. On the left side of stone, she makes vibration to remove the air inside it, just to compact the sand together. On the top, she will put super glue. When she flip it, never come out. Father Sebastian can shake it all your way to India. Never leaves. Yes. Congratulations. അതായത് One moment. All the price, please, I'm sorry. All the prices will be in US dollars, not Jordanian dinar, because our money is stronger than US dollars. Here, she will give you very good prices for the bottles, because we have 3 different bottles. Here, she can write only one short name inside. This is $10, not 10 dinar. Bottle. I'm sorry, $10, bottle. This is Badinanji. Badinanji dollar. 2 to 3 names, moon names, and this is Irwadi. $20. She can write Nale to Anje names, but short, not too much. വീട്ടുകാരെല്ലാവരുടെയും പേര് ഒന്നിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. Batte, Badinanji. 20. 1, 3, 5. അല്ല Names. 5 names. Okay. Yes. Very low price. Yeah. Very low price. Okay. മധുബ മൊസൈക്ക് സിറ്റിയാണ്. അവിടെയാണ് നമ്മൾ. Okay. I'm gonna show you how we make the mosaics. Then I will show you the jewelry what we have, and later on I'm gonna explain about the benefits of Dead Sea products. So one by one, we have to be all together just to give you group discount. If you walk alone, that means you're rich man or person, woman. അതായത് ഇവിടെയുള്ള സാധനങ്ങൾ വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പിന്റെ ഒരു പെർസെൻറ്റേജ് കുറവ് നമുക്ക് തരും. Yes, that's why we have to stay all together. Okay, here I will start with mosaics, especially the old technique of mosaic. This is really famous here in Madaba. മധുബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി കൂടിയാണിത്. ഇത് കല്ലുകൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ തറ ഉണ്ടാക്കിയിരിക്കുന്ന മൊസൈക്ക്, നമ്മുടെ നാട്ടിൽ മൊസൈക്ക് എന്ന് പറഞ്ഞ ഈ സാധനം. Here we have to bring a piece of wood. We cover it with white cloth. അത് ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. ഒരു മരത്തിൽ ഒരു വെള്ള തുണി കൊണ്ട് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യും. We draw the design what we want, but here we draw the back side, the reflex. അത് ഉണ്ടാക്കുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ പുറകു വശമാണ് ഈ അവർ കാണുന്ന വശം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണേണ്ട വശം അപ്പുറത്തായിരിക്കും. അപ്പം അങ്ങനെയാണ് അവർ വരയ്ക്കുന്നത്. Okay. We cut the stones for micro stones, 2 small pieces like this size, and we start our job to arrange the stone in the paint, stone by natural glue. The glue here is just wheat flour and water. ഉണ്ടാക്കുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കല്ലുകൾ ചെറിയ പീസായിട്ട് മുറിച്ച് അതിൽ നിന്ന് ചെറിയ കട്ടറൊക്കെ വെച്ച് മൈക്രോ ലെൻസൊക്കെ വെച്ചൊക്കെയാണ്
ഇത് കട്ട് ചെയ്ത് അതിൻ്റെ ആകൃതി തയ്യാറാക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന പശ കൊണ്ട് ഈ പശ ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് അതോടൊപ്പം തന്നെ ബോഡി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. Right. Yes, I understand. Okay, this is the back side, friends. We don't want because we are working with the negative side. Okay. ഇവിടെ കലാകാരന്മാരുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മുൻവശം കണ്ടുകൊണ്ടല്ല ഇതുണ്ടാക്കുന്നത്, അവർ പുറകുവശം മാത്രമേ കാണുന്നുള്ളൂ. Okay. Here we have a frame. We fill the frame with cement. We put white cement. We stick the back side on the cement. We take the wood off, then the clothes by hot water. It will be like this one here. See, we need ഇത് വലിച്ച് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെയുള്ള മുൻവശം നമുക്ക് കാണാം. Sundar, right? Yes, beautiful. മനോഹരം. സുന്ദരം, മനോഹരം. सुंदर great हिंदी लाइन What is your Malayalam? मनोहर I know Hindi khubsurat. Yes, I know Hindi. Okay, friends. Here we have the Jordanian stone, the aventurine stone that you cannot find it anywhere. Only here in Jordan. We call aventurine. You know, every stone has energy. This is like magnet. Absorb the negative and give you positive energy. Let me show you the color. You see, it's a sparkle. ജോർദാനിയൻ കല്ലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. വെട്ടടിക്കുമ്പോൾ അതിന്റെ കളർ മാറുന്നു. അബ്സോർബ് ചെയ്യുന്നതാണ്. We have rings, earrings, bracelets, all the jewelry, and I will give you certificate guarantee that's real stone from Jordan. ഇത് ഒറിജിനലാണ് കേട്ടോ. എല്ലാം ഒറിജിനലാണ്. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. കാരണം ജോർദാനാണ്. ജോർദാനിലെ വലിയ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. Now, please, friends, before we go, here if you like to buy anything heavy, 10 kilo or more, it's a free shipping. Door to door with DHL company from here to India. And I am Indian. We make a hole, clean it from the inside. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. Okay, we crush the limestone to become powder, mix it with enamel color and super glue, and by needle, like tattoo work, dot by dot. We need 200 hours to 300 hours just to finish one egg like this one here. ആ മുട്ട ഒന്നും തയ്യാറാക്കിയെടുക്കുന്നതിന് 200 തുടങ്ങി 300 മണിക്കൂർ വരെ മനോഹരം സുന്ദരം. Okay, yeah, but let's go. അപ്പോൾ Follow me. ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണ്ടില്ലേ? One by one. Jan, please help us. നിങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെ ആവും. ഞാൻ തേക്കൂല. ഞാൻ വീട്ടിൽ ചെന്ന ആൾക്കാർ അവിടെ ചെല്ലുമ്പോ യൂതാപുരത്ത് ആൾക്കാർക്ക് മാറിപ്പോകും. Okay. James, please, 2 minutes more here. We have two types of it, and this is from olive oil, my friend. This is what we use it daily. We eat it with the bread, in salad, chicken. Thyme, you know thyme? Thyme and olives. Yes, and olives also. So this is this one. Make it That's why he looks like Shah I am Rukh Khan. 60 years old. Our He's father, 60 he years know old. me. When I eat olive oil, I use that products, I am like 40. So 20 years more. I mean, minus. Minus, yes. Okay, friends. Let me. Okay, this is the olive oil extra virgin. This is from the Holy Land. You can use for food, for salad, for massage, for hair to grow your hair. But I prefer to use for food because it's healthy oil. It's really healthy oil. ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒലിവ് ഓയിൽ നമുക്ക് പല സ്ഥലത്തും കിട്ടും. ഇതിന്റെ വില കുറച്ചും കിട്ടും. പക്ഷെ അത് ഒലിവ് ഓയിലാണെന്ന് നിർബന്ധമില്ല. ഇത് ഒറിജിനൽ ആവണമെന്ന് നിർബന്ധമില്ല. ഒറിജിനലിന് എപ്പോഴും വില കൂടുതലാണ്. അതാണ് അവർ അത്രയും പറയുന്ന കാര്യം അതാണ്.
നമ്മൾ വിചാരിക്കും നമുക്ക് ചിലപ്പോൾ കുറച്ച് ചിലപ്പോൾ 10 ഓർഡർ കിട്ടുന്നത്, അതല്ല, ഒറിജിനൽ കിട്ടണമെങ്കിൽ നല്ല തന്നെ നല്ല സ്ഥലത്തിൽ കിട്ടും. And in November and December, you know, this is the season of olives. Yeah. So this one here, $10, 3 for $25. Let me translate. Una botte, moona, $25. Yes, $25. Yes, 3 for $25. Please again. മനസ്സിലായല്ലോ ഈ പറഞ്ഞ കാര്യം. അതിന് 10, 3 Let me start, friends, with Dead Sea products. നമ്മൾ കണ്ട ഡെഡ് സീ കണ്ടില്ലേ, ഒരു കുഴി പോലെ കണ്ടില്ലേ, അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നതല്ല. Okay, friends, here we have mud from the Dead Sea. This is natural, not chemicals, not controlled inside, rich with 26 minerals from the Dead Sea. Okay, if you have body pain like joint pain, back pain, neck pain, also good for skin problems. This one apply for Irwadi in 30 minutes until dry. Wash your body will absorb all the pain. Okay, this one, each one $30. The second one for free. You can find it there. We have also this side. This is the price of this. This one here, $20. Second one for free. You will be like Sophia. ഞാൻ ഇന്ന് വിളിച്ചാൽ നാളെ അതാ പറഞ്ഞ ഓക്കെ കഴിഞ്ഞു 1 2 3 എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു കണ്ടപ്പോൾ നീലങ്ങളും നിന്നെ തുണ്ടാണ് കണ്ടതയ്യാ കണ്ടതയ്യാ. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് സെൻറ്റ് ജോർജ് മദബ ഇൻ ജോർദാൻ. ഇവിടെയാണ് മൊസൈക്ക് മാപ്പ് ഉള്ളത്. ഓക്കെ, 4ാം സെഞ്ചുറിയിൽ ഈ പള്ളി ഉണ്ടായിരുന്നു. ഈ പള്ളി ഇപ്പം ഭയങ്കര മോഡിഫിക്കേഷൻ ചെയ്തതാണ്. ആ പള്ളിയിൽ അറിയാലോ, മഡബ എന്ന് പറഞ്ഞ സിറ്റി ഓഫ് മൊസൈക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ മൊസൈക്ക് കൊണ്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മാപ്പ് ഉണ്ട് ഇതിനകത്ത്. ആ മാപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന് പടം ഇവിടെ പുറത്ത് വെച്ചേക്കണയാണ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവർ ഹോളി ലാൻഡിൻ്റെ മാപ്പാണത്.
ഫസ്റ്റ് ജെറൂസലേം എവിടെയാ ഉണ്ടോ? ഇതേപോലെ തന്നെയാണ് മാപ്പ് അവിടെ ഇരിക്കുന്നത്. രണ്ടാം സ്ഥലം അതെ. 3 ഡെഡ് സീ ഉണ്ടോ? ഈ ഡെഡ് സീലുണ്ടോ അതേ മീനുകൾ പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോരുക എന്ന് വെച്ചാൽ ഒരു ജീവജാലങ്ങളും അതിനകത്തില്ല. അതുകൊണ്ടാണ് ഡെഡ് സീ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 4ാം സ്ഥലം അതെ ജോർദാൻ നദിയാണ് ഒഴുകി വന്ന് ഡെഡ് സീൽ വീഴുന്നത്. ജോർദാൻ നദിയിൽ ഇതുണ്ട്, മത്സ്യങ്ങളുണ്ട്, പക്ഷേ ഡെഡ് സീൽ ഒന്നുമില്ല. ജെറീക്കോ നമ്മൾ അവിടെ നിന്ന് കണ്ടായിരുന്നു, നമ്മൾ പോവും, ജെറീക്കോയിൽ പോവും. 6ാം സ്ഥലം ജേക്കബ്സ്വിൽ, ബെത്ലഹേമിൻ്റെ അടുത്തുള്ളതാണ് ജേക്കബ്സ്വിൽ. 7ാം സ്ഥലം മെഡിറ്ററേനിയൻ സീ. 8ാം സ്ഥലം മൗണ്ട് സിനായ്, ഇത് അങ്ങേറ്റം. മൗണ്ട് സിനായുടെ താഴ്വാരത്ത് നമ്മൾ പോകും. മോശ തൻ്റെ ഭാര്യ സിപ്പോറ കണ്ടുമുട്ടി കിണറൊക്കെ അവിടെയുണ്ട്, നമ്മൾ കാണും. 9ാം സ്ഥലം നൈൽ, എവിടെയാ? ഈജിപ്തിൻ്റെ വരദാനമാണ്. അതിനകത്ത് ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. കറാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോർദാനിൽ തന്നെയുള്ള സ്ഥലമാണ്. റെഡ് ഏരിയ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അതോ അങ്ങോട്ട് പോകുന്നില്ല. 8ാം സ്ഥലം ലോസ് മൊണാസ്ട്രി, നമ്മൾ ആ വഴിയാണ് താബേട്ട് പോകുന്നത്. 12ാം സ്ഥലം എവിടെയാ? ഈ വഴിയാണ് നമ്മൾ താബേട്ട് പോകുന്നത്. ലാസ്റ്റ് സ്ഥലം ഹെബ്രോൺ, അബ്രാം ഇസ്ഹാക്കിൻ്റെ സൗദിയിലുള്ള സ്ഥലമാണ്. മാപ്പാണ്. അതെ, നമുക്ക് വേറെ സയൻറ്റിഫിക്കലി ഒന്നുമില്ല. പൊളിഞ്ഞുപോയി. ആ പൊളിഞ്ഞുപോയതിന്റെ ബാക്കി മാത്രമാണ് ഈ കാണുന്നത്. അത് ആ ബാക്കി മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ സൈഡൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നതാണ്. അതാണ് ഈ മാപ്പിന്റെ പ്രത്യേകത. അതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു യാത്രാ വിവരണത്തിനും അതുപോലെ തന്നെ ഒരു കാലത്ത് ഒന്നുമില്ലാത്ത പൂർണ്ണാത്മാവോടും
ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.